ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മെട്രിക്സിൻ്റെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇനി ഇവിടെ കുറച്ച് കളക്ഷൻസ് ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്യുകയാണ്. ഇതിനകത്ത് ഏതൊക്കെ കളക്ഷൻസ് ആണ് സെറ്റ് ആകുന്നതെന്നും ഏതൊക്കെയാണ് സെറ്റ് ആകാത്തതെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ കളക്ഷൻ, ദ കളക്ഷൻ ഓഫ് ഈവൻ നമ്പേഴ്സ്. അല്ലേ, ഈവൻ നമ്പേഴ്സിൻ്റെ കളക്ഷനാണ് ഒന്നാമത്തത്. ഇത് സെറ്റാണോ? അത് ആലോചിച്ച് നോക്കിയാൽ സെറ്റാണോ? യെസ്, ഓഫ് കോഴ്സ് സെറ്റാണ്. കാര്യം ഈ ഈവൻ നമ്പേഴ്സിൻ്റെ കളക്ഷൻ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എഴുതുന്നത് ഒരേ കളക്ഷൻ തന്നെയാണ്. ഇതിനകത്ത് ഒരിക്കലും ഒരു ഓഡ് നമ്പറോ വേറെ പോയിന്റ് വരുന്ന നമ്പറോ ഒന്നും കയറി വരാറില്ല. ഈവൻ നമ്പേഴ്സ് മാത്രമേ വരാറുള്ളൂ. അതുപോലെ രണ്ടാമത്തെ കളക്ഷൻ എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ഓഡ് നമ്പേഴ്സ്. സെറ്റാണോ? യെസ്, സെറ്റാണ്. അല്ലെ, കളക്ഷൻ ഓഫ് ഓഡ് നമ്പേഴ്സ് എന്നൊരു ഉദാഹരണമാണ്, സെറ്റിന് ഉദാഹരണമാണ്. അടുത്തത് കളക്ഷൻ ഓഫ് പ്രൈം നമ്പേഴ്സ്. കളക്ഷൻ ഓഫ് പ്രൈം നമ്പേഴ്സ്. അപ്പോൾ പ്രൈം നമ്പേഴ്സിന്റെ കളക്ഷൻ എഴുതാൻ പറഞ്ഞാലും ഇത് ഈ കളക്ഷൻ സെറ്റ് ആവുന്നുണ്ടോ എന്ന് ആലോചിക്കുക. എല്ലാവരും ഒന്ന് ആലോചിക്കുക, സെറ്റ് ആവുന്നുണ്ടോ? യെസ്, സെറ്റ് ആവുന്നുണ്ട്. കാരണം ഇതും വെൽ ഡിഫൈൻഡ് ആണ്. കാര്യം ഈ കേസിനകത്ത് എല്ലാവരും എഴുതുന്നത് പ്രൈം നമ്പറിന്റെ കേസ് തന്നെയാണ്. അല്ലാതെ ഒരിക്കലും 4ഓ 6ഓ 10ഓ എന്ന് പറയുന്ന നമ്പേഴ്സ് ഒന്നും കയറി ഒരിക്കലും ഇവിടെ വരത്തില്ല. പ്രൈം നമ്പേഴ്സിന്റെ കളക്ഷനകത്ത് വരാറില്ല. അപ്പോൾ അതും വെൽ ഡിഫൈൻഡ് ആണ്. അടുത്തൊരു കേസ് പറയുകയാണെങ്കിൽ 5 മോസ്റ്റ് പോപ്പുലർ ക്രിക്കറ്റേഴ്സ് ഇൻ ദ വേൾഡ്. അല്ലെ, ലോകത്തുള്ള ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള 5 ക്രിക്കറ്റ് താരങ്ങളുടെ പേര് എഴുതാനാണ്. അപ്പം അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അത് സെറ്റ് ആണോ? യെസ്, അല്ല, അതൊരിക്കലും സെറ്റ് അല്ല. കാര്യം അത് വെൽ ഡിഫൈൻഡ് അല്ല. കാര്യം പലർക്കും പല കളക്ഷൻസ് ആണ് അവിടെ വരുന്നത്. ഇഷ്ടപ്പെട്ട ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള 5 കളിക്കാരുടെ പേര് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കും. അപ്പോൾ അത് ഒരിക്കലും യുണീക്ക് ആവില്ല. സോ അത് വെൽ ഡിഫൈൻഡ് അല്ല, അത് എന്തുമല്ല, സെറ്റുമല്ല. അത് നോർമൽ കളക്ഷൻ മാത്രമാണ്, അത് എന്തല്ല, സെറ്റ് അല്ല. അടുത്തത്, നെയിം ദ ഫേമസ് വർക്ക് ഓഫ് ഷേക്സ്പിയർ. അപ്പോൾ ഷേക്സ്പിയറിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള വർക്കുകൾ ഏതൊക്കെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഫേമസ് ആണ്. മോസ്റ്റ് ഫേമസ് 3 വർക്ക് അങ്ങനെയാണ് നമ്മുടെ ചോദ്യമെങ്കിൽ, ഏറ്റവും പ്രധാനപ്പെട്ട 3 വർക്കുകളാണെങ്കിൽ പലർക്കും പല ഉത്തരമാണ്. അല്ലേ, നമുക്ക് ചില ഹാംലെറ്റ് പറയുന്നുണ്ട്, പിന്നെ ജൂലിയസ് സീസർ പറയുന്നവരുണ്ട്, ആന്റണി ആൻഡ് ക്ലിയോപാട്ര എന്ന അഭിപ്രായം വരുന്നവരുണ്ട്. അങ്ങനെ പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കും. ഷേക്സ്പിയറിൻ്റെ വർക്ക്സിൻ്റെ പലർക്കും പലതായിരിക്കും ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അതും എന്തല്ല, വെൽ ഡിഫൈൻഡ് അല്ല. ദാറ്റ് മീൻസ് അതൊരിക്കലും എന്തല്ല, സെറ്റ് അല്ല. ഓക്കെ ആണല്ലോ. ദെൻ അടുത്ത കേസിലോട്ട് പോകണമെങ്കിൽ, നെയിം ഓഫ് ദ മന്ത് സ്റ്റാർട്ട് വിത്ത് ദ ലെറ്റർ എം. എമ്മിൽ തുടങ്ങുന്ന മാസങ്ങളുടെ കളക്ഷൻ. അല്ലേ, എമ്മിൽ തുടങ്ങുന്ന മാസങ്ങൾ ഏതൊക്കെയാ? മാർച്ചും മെയ്യും. വേറെ ഏതെങ്കിലും മാസമുണ്ടോ മെയ്യിൽ തുടങ്ങുന്നത്? ഉണ്ടോ? ഇല്ല. അപ്പോൾ എല്ലാവരുടെയും കളക്ഷൻ എന്തായിരിക്കും? യുണീക്ക് ആയിരിക്കും. സോ അത് എന്തിന് എക്സാമ്പിൾ ആണ്? വെൽ ഡിഫൈൻഡ് ആണോ? ആണ്. സോ ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഓഫ് സെറ്റ്. ദെൻ അടുത്ത കേസിലോട്ട് നമ്മൾ പോവുകയാണെങ്കിൽ, 10 മോസ്റ്റ് ടാലന്റഡ് റൈറ്റേഴ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും ടാലന്റ് ആയിട്ടുള്ള 10 റൈറ്റേഴ്സിന്റെ പേര് എഴുതാനാണ് ചോദിച്ചേക്കുന്നത്. ഇത് വെൽ ഡിഫൈൻഡ് ആണോ? അല്ല. കാര്യം പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കും, പല കളക്ഷൻസ് ആയിരിക്കും വരുന്നത്. ഒരിക്കലും എന്തല്ല, വെൽ ഡിഫൈൻഡ് അല്ല. സോ ഇതും സെറ്റിന് എക്സാമ്പിൾ അല്ല. അപ്പോൾ എപ്പോഴാണ് ഒരു കളക്ഷൻ സെറ്റ് ആകുന്നത് നമ്മൾ മനസ്സിലാക്കിയത്? എപ്പോഴാണ് ഒരു കളക്ഷൻ സെറ്റ് ആകുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു കളക്ഷൻ സെറ്റ് ആകണമെങ്കിൽ ആ കളക്ഷൻ എന്തായിരിക്കണം? വെൽ ഡിഫൈൻഡ് ആയിരിക്കണം. ദാറ്റ് മീൻസ് സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടല്ലോ. സെറ്റിനകത്തുള്ള അല്ലെങ്കിൽ സെറ്റിൽ വരുന്ന ഓരോ ഒബ്ജക്ട്സുകളെ നമ്മൾ വിളിക്കുന്ന പേര് എലമെന്റ്സ് എന്നാണ്. ദ ഒബ്ജക്ട്സ് ഇൻ ദ സെറ്റ്സ് ആർ കോൾഡ് എലമെന്റ്സ്. ഈ സെറ്റുകളെല്ലാം നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ കൊണ്ടായിരിക്കും. അതായത് എ, ബി, സി, എക്സ്, റിയാസിൻ്റെ സ്റ്റാർട്ടിങ് ആയി 6. അപ്പം ഇങ്ങനെ പല കേസുകളായിരിക്കും, പല പേരുകൾ നമുക്ക് സെറ്റിന് കൊടുക്കാൻ പറ്റും. ആ പേരുകൾ എന്തായിരിക്കണം? ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. അതൊരു കണ്ടീഷനാണ്, ഓർത്ത് വെച്ചോണം. അപ്പം സെറ്റിനകത്തുള്ള സെറ്റിനകത്തുള്ള ഒബ്ജക്ട്സിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? എലമെന്റ്സ് എന്ന് വിളിക്കും. അതുപോലെ സെറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് കൊണ്ടായിരിക്കും. സെറ്റിനകത്തുള്ള ഒബ്ജക്ട്സ് ആണല്ലോ എലമെന്റ്സ്. അപ്പോൾ ഈ എലമെന്റ്സിനെ നമ്മൾ സ്മോൾ ലെറ്റേഴ്സ് കൊണ്ട് ഡിനോട്ട് ചെയ്യും. അപ്പോൾ ഇതാണ് സെറ്റിന്റെ കുറച്ച് ബേസിക് കണ്ടീഷൻസ്. ഒന്ന് ഓർത്തിരിക്കുക. സെറ്റിനകത്ത് വരുന്ന ഒബ്ജക്ട്സുകൾ നമ്മൾ എലമെന്റ്സ് എന്ന് വിളിക്കും. സെറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് കൊണ്ടായിരിക്കും. സെറ്റിനകത്തുള്ള എലമെന്റ്സിനെ നമ്മൾ സ്മോൾ ലെറ്റേഴ്സ് കൊണ്ട് എന്ത് ചെയ്യും? റെപ്രസെന്റ് ചെയ്യും. ഇതാണ് സെറ്റിന്റെ ഒരു ബേസിക് കണ്ടീഷൻസ് അല്ലെങ്കിൽ ബേസിക് കോൺസെപ്റ്റ്സ്. ഇവിടെ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സെറ്റ്സിന്റെ ചില സിമ്പിൾസ്, നൊട്ടേഷൻസ് ആണ് ഒന്ന് പരിചയപ്പെടുത്തുന്നത്. ആദ്യം എൻ, ക്യാപിറ്റൽ ലെറ്റർ എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഓഫ്
നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് അല്ലേ. അപ്പൊ നാച്ചുറൽ നമ്പേഴ്സിന്റെ കളക്ഷൻ അഥവാ സെറ്റ് ആണല്ലോ, അതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ N കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഓർത്ത് വെച്ചേക്കണം, ക്യാപിറ്റൽ ലെറ്റർ N എവിടെ കണ്ടാലും ഒന്ന് ഓർക്കേണ്ട സംഭവം എന്താ? ഇറ്റ്സ് എ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. അടുത്തത് W. അപ്പൊ W എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ഒന്ന് ആലോചിക്കുക. W യെസ്, വെരി ഗുഡ്, ഹോൾ നമ്പർ. അപ്പോൾ ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് ഹോൾ നമ്പേഴ്സ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഹോൾ നമ്പേഴ്സ്. then അടുത്ത റെപ്രസെന്റേഷൻ Z. ആർക്കെങ്കിലും പറയാൻ പറ്റുന്നത് Z? ആർക്കും പറ്റുന്നില്ല? Z. യെസ്, വെരി ഗുഡ്. Z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റിജർ. നമ്മൾ ചില സ്ഥലങ്ങളിൽ I എന്ന് യൂസ് ചെയ്യാറുണ്ട്, എന്നാലും മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് Z തന്നെയാണ്. അടുത്തത് Q. ആർക്കെങ്കിലും പറയാൻ പറ്റുന്നുണ്ടോ? Q ഏത് സെറ്റിന്റെ റെപ്രസെന്റേഷൻ ആയിരിക്കും നമ്പർ സിസ്റ്റത്തിനകത്ത്? Q നോ ഐഡിയ? യെസ്, വെരി ഗുഡ്. Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ is a representation of a rational number. But Q is a set of all rational number. Then അടുത്തത് R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചറവറ ഉത്തരം വന്നു, റിയൽ നമ്പർ അല്ലേ. വെരി ഗുഡ്. അപ്പൊ R is a representation of a real number. Then അടുത്തൊരു സംഭവം കൂടെ ഓർത്ത് വെച്ചേക്കുക, C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it's a set of complex numbers. ഞാൻ നേരത്തെ ക്ലാസ്സുകളെ പറ്റി ചാപ്റ്റേഴ്സിനെ പറ്റി പറഞ്ഞായിരുന്നു എന്താണ് കോംപ്ലക്സ് നമ്പറിന്റെ ജനറൽ ഒരു ചെറിയൊരു ഹിന്റ് ഞാൻ തന്നായിരുന്നു. അപ്പൊ കോംപ്ലക്സ് നമ്പേഴ്സിന്റെ റെപ്രസെന്റേഷൻ ആണ് എന്ത്? ക്യാപിറ്റൽ ലെറ്റർ C. ഇനി Z+ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Z+, ആർക്കെങ്കിലും പറയാൻ പറ്റുന്നത്? ഇസഡിന്റെ മുകളിൽ സഫിക്സ് മുകളിൽ ഒരു ചെറിയൊരു പ്ലസ്, Z+. യെസ്, പോസിറ്റീവ് ഇൻഡിജേഴ്സ്. Q+, പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സ്. R+, പോസിറ്റീവ് റിയൽ നമ്പേഴ്സ്. അപ്പൊ ഇതൊക്കെ സെറ്റിൽ നമ്മൾ ജനറൽ ആയിട്ട് ഉപയോഗിക്കുന്ന നൊട്ടേഷൻസ് ആണ് ഈ പറയുന്ന N, Z, R എല്ലാ കേസുകളും. ഇതൊന്നും ഓർത്ത് വെച്ചിരിക്കുക ഈ കണ്ടീഷൻസ് എല്ലാം. സിംബോളിക്കൽ റെപ്രസെന്റേഷൻ. ഒരു സെറ്റിനകത്തുള്ള എലമെന്റ്സും ആ സെറ്റും തമ്മിലുള്ള റിലേഷൻ എങ്ങനെ കാണിക്കാം, സിംബോളിക്കലായിട്ട് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാമെന്നാണ് ഇനി മനസ്സിലാക്കാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ, ഇഫ് X ഈസ് ആൻ എലമെന്റ് ഓഫ് A. X എന്ന് പറയുന്നത് A എന്ന് പറയുന്ന സെറ്റിലെ ഒരു എലമെന്റ് ആണ്. ഇഫ് X ഈസ് ആൻ എലമെന്റ് ഓഫ് സെറ്റ് A, X എന്ന് പറയുന്നത് A എന്ന് പറയുന്ന സെറ്റിലുള്ള എലമെന്റ് ആണ് എന്ന് നമ്മൾ എങ്ങനെ സിംബോളിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഒരു ഇതുവരെ നമ്മൾ ഉപയോഗിക്കാത്ത ഒരു സിമ്പിളാണ്. ഈ ഒരു സിമ്പിളാണ് ഉപയോഗിക്കുന്നത്. ഇതൊരു ഗ്രീക്ക് സിമ്പിളാണ്. ഇതിനെ എപ്സിലോൺ എന്നാണ് പറയുന്നത്, എപ്സിലോൺ. പക്ഷെ ഇതിവിടെ ഫ്രേസ് ആയിട്ട് ഉപയോഗിക്കുന്നത് ബിലോങ്സ് ടു എന്ന് പറയുന്ന ഫ്രേസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അതായത് X ഈസ് ആൻ എലമെന്റ് ഓഫ് A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിംബോളിക്കായിട്ട് എഴുതുന്നത് X, എപ്സിലോൺ സിമ്പിൾ A. X, എപ്സിലോൺ സിമ്പിൾ A. ഇത് വായിക്കുന്നത് X ബിലോങ്സ് ടു A. X എയിലെ എലമെന്റ് ആണ്. X ബിലോങ്സ് ടു A. അപ്പൊ സിമ്പിൾ നോക്കുക, ബിലോങ്സ് ടു എന്ന് പറയുന്ന സിമ്പിളിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. E എന്ന് പറയുന്ന മോഡലുള്ള ഒരു സിമ്പിളാണ്. എപ്സിലോൺ എന്നാണ് ഇതിന് യഥാർത്ഥത്തിൽ പറയുന്നത്, ഒരു ഗ്രീക്ക് സിമ്പിളാണ്. അപ്പൊ നമ്മൾ ഓർക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇഫ് X ഈസ് ആൻ എലമെന്റ് ഓഫ് സെറ്റ് A, then it can be easily represented as X belongs to A. X belongs to A. വായിക്കുന്നതും അങ്ങനെ തന്നെയാണ്, X belongs to A എന്നാണ്. ഇനി X എയിലുള്ള എലമെന്റ് അല്ല എങ്കിൽ, if X is not an element of A, if X is not an element of A എങ്കിൽ നമ്മൾ ഇതിനെ വായിക്കുന്നത് X ആ എപ്സിലോൺ എന്ന് പറയുന്ന സിമ്പിളിന് ഒരു വെട്ട് കൊടുക്കുക. X എപ്സിലോൺ സിമ്പിൾ വെട്ട് then A. വായിക്കേണ്ടത് എങ്ങനെയാണ്? X does not belongs to A. X എയിലെ എലമെന്റ് അല്ല. അത് സിംബോളിക്കായിട്ട് റെപ്രസെന്റ് ചെയ്യേണ്ട രീതി ഇതാണ്. എപ്സിലോൺ ഇടുക, ഒരു വെട്ട് കൊടുക്കുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒന്ന് ബോർഡിലോട്ട് നോക്കി. -3 belongs to N. അടുത്തത് -3 does not belongs to N. -3 belongs to N, -3 does not belongs to N. എല്ലാവരും ശ്രദ്ധിച്ചേ, ഇവിടെ രണ്ടും നാച്ചുറൽ നമ്പറിനകത്തുള്ള എലമെന്റ്സിനെ ഒന്ന് കണക്ട് ചെയ്യുകയാണ്. -3 എന്നിലുണ്ട്, രണ്ടാമത്തേത് -3 എന്നിൽ ഇല്ല. ഇതിൽ ഏത് എക്സ്പ്രഷൻ ആയിരിക്കും ശരിയായിട്ട് വരുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. യെസ്, ഓഫ് കോഴ്സ് അല്ലെ, ഏതാ കറക്റ്റ് ആയിട്ട് വരുന്നത്? -3 ഡസ് നോട്ട് ബിലോങ്സ് ടു N. രണ്ടാമത്തെ എക്സ്പ്രഷൻ അല്ലേ കറക്റ്റ് ആയിട്ട് വരുന്നത്? -3 ഡസ് നോട്ട് ബിലോങ്സ് ടു N. -3 നാച്ചുറൽ നമ്പർ എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ് അല്ല. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഒരു എലമെന്റും ആ സെറ്റും തമ്മിലുള്ള റെപ്രസെന്റേഷൻ എങ്ങനെയാണ് ബന്ധം സൂചിപ്പിക്കുന്നത്.
3 belongs to n. 3 natural number അല്ലേ? 1 belongs to w. 1 ഒരു whole number അല്ലേ? 1.7 belongs to 1.7 ഒരു റാഷണൽ നമ്പർ അല്ലേ? അപ്പൊ ഇങ്ങനെയാണ് ഒരു എലമെന്റും സെറ്റും തമ്മിലുള്ള റെപ്രസെന്റേഷൻ നമ്മൾ സൂചിപ്പിക്കുന്നത്. ആ സൂചിപ്പിക്കുന്നത് ഇ എന്ന് പറയുന്ന അതുപോലെ മോഡൽ ഒരു സിമ്പിളാണ്. അതിനെ വായിക്കുന്ന എപ്സിലോൺ. ഇവിടെ ഫ്രേസ് ആയിട്ട് ഉപയോഗിക്കുന്ന ഏത് ഫ്രേസ് ആയിട്ട് ഉപയോഗിക്കുന്നത്? ബിലോങ്സ് ടു. എക്സ് ബിലോങ്സ് ടു എ. എക്സ് എയിലെ എലമെന്റ് ആണെങ്കിൽ പറയുന്നത് എക്സ് ബിലോങ്സ് ടു എ. ഈ രീതിയിലാണ് സിംബോളിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്യാനുള്ളത്. അപ്പം സിംബോളിക്കൽ റെപ്രസെന്റേഷൻ മനസ്സിലാവുന്നുണ്ടല്ലോ. ദെൻ റെപ്രസെന്റേഷൻ ഓഫ് സെറ്റ്സ്. എങ്ങനെയാണ് ഒരു സെറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത്? There are two different methods for representing sets. Number 1, roster form or tabular form. Number 2, set builder form. അപ്പോൾ ഒരു സെറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത് രണ്ട് രീതിയിലാണ്. ഒന്ന് ടാബുലാർ ഫോം അല്ലെങ്കിൽ റോസ്റ്റർ ഫോം, ഇതാണ് ഒന്നാമത്തെ രീതി. രണ്ട് സെറ്റ് ബിൽഡർ ഫോം. ഇങ്ങനെ രണ്ട് രീതിയിലാണ് നമ്മളൊരു സെറ്റിനെ എഴുതുന്നത്. അപ്പോൾ ഓരോ രീതികൾ ഏതൊക്കെയാണ് നമുക്കൊന്ന് പരിചയപ്പെടാം. ഒന്നാമത്തെ രീതിയിലേക്ക് നമ്മൾ പോകുന്നു, റോസ്റ്റർ ഫോം അഥവാ ടാബുലാർ ഫോം. റോസ്റ്റർ ഫോമിൽ സെറ്റ് ഈസ് representing all its elements separated by commas enclosed with braces. അതായത് ടാബുലാർ ഫോം അഥവാ റോസ്റ്റർ ഫോമിനകത്ത് എല്ലാ എലമെന്റ്സിനെയും നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യണം. ആ എലമെന്റ്സിനെ എല്ലാം എന്തുകൊണ്ട് സെപ്പറേറ്റ് ചെയ്യണം? കോമകൾ കൊണ്ട് സെപ്പറേറ്റ് ചെയ്യണം. എൻക്ലോസ്ഡ് വിത്ത് ബ്രേസസ്, അതായത് ഓപ്പൺ ക്ലോസ്ഡ് ബ്രേസസ്. തുടക്കത്തിലും ഒടുക്കത്തിലും ബ്രാക്കറ്റുകൾ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള ബ്രാക്കറ്റുകൾ നമ്മൾ വിളിക്കുന്നത് കേർലി ബ്രാക്കറ്റ്സ് എന്നാണ്. CURLY കേർലി ബ്രാക്കറ്റ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുപോലുള്ള ബ്രാക്കറ്റിനകത്ത് എല്ലാ എലമെന്റ്സുകളെയും റെപ്രസെന്റ് ചെയ്യുകയും ആ എലമെന്റ്സുകളെല്ലാം കോമ കൊണ്ട് സെപ്പറേറ്റ് ചെയ്യുന്നതുമായിട്ട് രീതിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ടാബുലാർ ഫോം അഥവാ റോസ്റ്റർ ഫോം എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, സെറ്റ് ഓഫ് ഓൾ വവൽസ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് റെപ്രസെന്റഡ് ഇൻ റോസ്റ്റർ ഫോം. അപ്പോൾ റോസ്റ്റർ ഫോമിൽ ഇംഗ്ലീഷ് ആൽഫബറ്റ്സിനകത്തുള്ള വവൽസിനെ ഒരു സെറ്റായിട്ട് എഴുതുകയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മുടെ ആ കേർലി ബ്രാക്കറ്റ്സ് നമ്മൾ കൊടുക്കുന്നു, ഓപ്പൺ ക്ലോസ്ഡ് ബ്രാക്കറ്റുകൾ കൊടുക്കുന്നു. ഇതിനകത്തുള്ള എലമെന്റ്സ് നമ്മൾ സ്മോൾ ലെറ്റർ കൊണ്ടാണ് എഴുതുന്നതെന്ന് മനസ്സിലാക്കി. സോ ഏതൊക്കെയാണ് വവൽസ്? എ, ഇ, ഐ, ഒ, യു. അപ്പൊ എല്ലാ വവൽസ് റെപ്രസെന്റ് ചെയ്തിരിക്കണം, എല്ലാ എലമെന്റ്സും ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കണം. എ, ഇ, ഐ, ഒ, യു. ഇതിനെല്ലാം എന്തുകൊണ്ട് സെപ്പറേറ്റ് ചെയ്തേക്കുക? കോമാസ് കൊണ്ട് സെപ്പറേറ്റ് ചെയ്തേക്കുക. അപ്പൊ ഇത്തരത്തിൽ എഴുതുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, സെറ്റ് ഓഫ് ഓൾ പ്രൈം നമ്പേഴ്സ് ലെസ് ദാൻ 10, 10ൽ താഴെയുള്ള പ്രൈം നമ്പേഴ്സ്, അതിനെ റോസ്റ്റർ ഫോമായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ റോസ്റ്റർ ഫോമിനകത്ത് 10ൽ താഴെയുള്ള പ്രൈം നമ്പേഴ്സ് എന്ന് റെപ്രസെന്റ് ചെയ്ത് നോക്കിയും. ഏതൊക്കെയാ 10ൽ താഴെയുള്ള പ്രൈം നമ്പേഴ്സ്? 2 ഉണ്ട്, 3, 5, 7. അങ്ങനെ എത്ര എലമെന്റ്സാണ് വരുന്നത്? 4 എലമെന്റ്സ്. അപ്പൊ നമ്മൾ ഓപ്പൺ ക്ലോസ്ഡ് ബ്രേസസ് കൊടുക്കുന്നു. ഈ 4 എലമെന്റ്സിനെ സെപ്പറേറ്റ് ചെയ്യുന്നു. 2, 3, 5, 7 എന്നിങ്ങനെ 4 എലമെന്റ്സിനെ കോമാസ് കൊണ്ട് സെപ്പറേറ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ അത് ഏത് ഫോമായി, ഏത് മെത്തേഡായി? റോസ്റ്റർ ഫോമിലുള്ള റെപ്രസെന്റേഷൻ അഥവാ ടാബുലാർ ഫോമിലുള്ള റെപ്രസെന്റേഷൻ ആയി. അപ്പൊ ഇത്തരത്തിൽ രണ്ട് ബ്രാക്കറ്റിനുള്ളിലായിട്ട് എല്ലാ എലമെന്റ്സുകളെയും ലിസ്റ്റ് ഔട്ട് ചെയ്യുകയും അവയെ ഒരു കോമ കൊണ്ട് സെപ്പറേറ്റ് ചെയ്യുകയും ചെയ്യുന്ന മെത്തേഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റോസ്റ്റർ ഫോം അഥവാ ടാബുലാർ ഫോം. അതുപോലെ തന്നെ മറ്റൊരു ഉദാഹരണത്തിലൂടെ പോകുന്നു. സെറ്റ് ഓഫ് ഓൾ ലെറ്റേഴ്സ് ഇൻ ദ വേർഡ് മലയാളം. മലയാളം എന്ന വാക്കിലെ എല്ലാ എലമെന്റ്സിനെയും സെറ്റായിട്ട് എഴുതുക. ഏത് ഫോം? റോസ്റ്റർ ഫോമിൽ എഴുതുക എന്ന് പറയുമ്പം മലയാളം അല്ലെ, മലയാളത്തിനകത്ത് ആകെയുള്ള ലെറ്റേഴ്സ് എന്ന് പറയുന്നത് 4 ലെറ്റേഴ്സേ ഉള്ളൂ. M, A, L, Y. പക്ഷെ ഇതൊക്കെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. M തന്നെ 2 തവണ വരുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും നമ്മൾ റോസ്റ്റർ ഫോമിൽ എഴുതുമ്പോൾ അല്ലെങ്കിൽ സെറ്റായിട്ട് എഴുതുമ്പം സെറ്റിനകത്ത് നമ്മൾ റെപ്പറ്റീഷൻ കൊണ്ടുവരാറില്ല. M, M എന്ന് എഴുതാറില്ല, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഒരു M അവിടെ ഉൾപ്പെടുത്തിയാൽ മതി. അടുത്തത് ഏതാ? എ. ഇപ്പോൾ M, അടുത്തത് A. അടുത്തത് വീണ്ടും A ഉണ്ടെങ്കിലും A തവണ കൊടുക്കാറില്ല, ഒരു തവണ കൊടുക്കാറുള്ളൂ. L. അതുപോലെ തന്നെ അടുത്തത് Y. ഇത്ര കേസുകൾ മാത്രം, 4 ലെറ്റേഴ്സ് മാത്രമേ അവിടെ ആ സെറ്റിനകത്ത് വരുന്നുള്ളൂ. അല്ലാതെ നമ്മൾ ഒരിക്കലും M, A, L, A, Y, അങ്ങനെ ഒരിക്കലും എല്ലാ എലമെന്റ്സും എഴുതി കോമ ഇട്ട് പോകരുത്. കാര്യം ഇവിടെ റെപ്പറ്റീഷൻ ഉണ്ട്.
ഈ റെപ്പറ്റേഷൻ ഉണ്ടെങ്കിൽ ആ റിപ്പീറ്റ് ചെയ്യുന്ന സാധനം നമ്മൾ ഒരു തവണ മാത്രമേ പൊതുവെ സെറ്റിനകത്ത് എഴുതാറുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം ഓർത്തോണം. എം എന്ന് 2 തവണ എഴുതണ്ട, എ എന്ന് 3-4 തവണയൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ഒറ്റ തവണ മാത്രം റെപ്രസെന്റ് ചെയ്ത് കാണിച്ചു കൊടുത്താൽ മതി. അപ്പൊ ഇത്തരത്തിൽ എല്ലാ എലമെന്റ്സിനെയും ലിസ്റ്റ് ഔട്ട് ചെയ്യുകയും അവയെ ഒരു കോമ കൊണ്ട് സെപ്പറേറ്റ് ചെയ്യുകയും തുടക്കത്തിലും ഒടുക്കത്തിലും ഓപ്പൺ ക്ലോസ്ഡ് ബ്രേസസ് കൊടുക്കുകയും ചെയ്യുന്ന രീതിയാണ് നമ്മൾ ഏത് മെത്തേഡ് എന്ന് പറയുന്നത്? റോസ്റ്റർ ഫോം അഥവാ ടാബുലാർ ഫോം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഫോമിലോട്ട് പോകാം. രണ്ടാമത്തെ ഫോം എന്ന് പറയുന്നത് സെറ്റ് ബിൽഡർ ഫോം. സെറ്റ് ബിൽഡർ ഫോമിനകത്തുള്ള റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് റോസ്റ്റർ ഫോം പോലെ എല്ലാ എലമെന്റ്സിനെയും ലിസ്റ്റ് ഔട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പകരം ആ സെറ്റിനകത്തുള്ള എല്ലാ റെപ്രസെന്റേഷനും ഒരു കോമൺ ആയിട്ടൊരു വ്യക്തിയെ നമ്മൾ കൊണ്ടുവരുന്നു. അതായത് നമ്മുടെ ക്ലാസ്സിലെ എല്ലാ കുട്ടികളെയും റെപ്രസെന്റ് ചെയ്തൊരു മോണിറ്റർ അല്ലെങ്കിൽ ക്ലാസ് ലീഡർ അല്ലെങ്കിൽ റെപ്രസെന്റേറ്റീവ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അത് ഈ ക്ലാസ്സിന്റെ ഫുൾ റെപ്രസെന്റേഷൻ അല്ലേ, ഒരു പ്രതിനിധിയായിട്ട് നമ്മൾ ഒരാളെ വെക്കാറില്ല എപ്പോഴും. അതുപോലെ തന്നെയാണ് സെറ്റ് ബിൽഡർ ഫോമിലും. ഈ സെറ്റ് ബിൽഡർ ഫോമിലും ഒരു സെറ്റിനകത്തുള്ള പ്രോപ്പർട്ടി എല്ലാം റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സിംഗിൾ എലമെന്റിലോട്ട് അതിനെ കൊണ്ടുവരുന്നു. അതായത് സെറ്റ് ഓപ്പൺ ക്ലോസ്ഡ് ബ്രേസസ് ഇവിടെ ആവശ്യമുണ്ട്. അപ്പോൾ ഇതിനെല്ലാം നമ്മളൊരു ജനറൽ എലമെന്റിലോട്ട് അല്ലെങ്കിൽ ജനറൽ സിംബലിലോട്ട് കൺവേർട്ട് ചെയ്ത് കൊണ്ടുവരും. അതിനെ നമ്മൾ കോമൺ ആയിട്ടും എക്സ് എന്നാണ് പറയാറ്. അപ്പോൾ ഓപ്പൺ ബ്രേസസ്, അതിനുശേഷം എക്സ്, അത് കഴിഞ്ഞിട്ടൊരു കോളൻ. എക്സ് ആരെ ഫോളോ ചെയ്യുന്നു? ആ കോളനെ ഫോളോ ചെയ്യുന്നു. അപ്പോൾ ഈ കോളനെ ഇവിടെ നമ്മൾ വായിക്കുന്നത് സച്ച് ദാറ്റ് എന്നാണ്. അപ്പം എക്സ് സച്ച് ദാറ്റ്. അപ്പോൾ കോളൻ നല്ല വായിക്കുന്നത് ആ രണ്ട് കുത്തിന് നമ്മൾ എന്താ വായിക്കുന്നത്? സച്ച് ദാറ്റ് എന്നാണ്. മാത്തമാറ്റിക്കലി വായിക്കുന്നത് സച്ച് ദാറ്റ് എന്നാണ്. എക്സ് സച്ച് ദാറ്റ്. ദെൻ ആ കോളന് ശേഷം നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. എന്താണ് എക്സ് എന്ന് ഡിഫൈൻ ചെയ്യുന്നു. ആ എക്സ് ആ എലമെന്റ് പൊസസ് ചെയ്യുന്ന കോമൺ പ്രോപ്പർട്ടി, ആ സെറ്റിനകത്തുള്ള കോമൺ പ്രോപ്പർട്ടി എന്താണ് നമ്മൾ എന്ത് ചെയ്യും? ഡിഫൈൻ ചെയ്യും. ആ കോളന് ശേഷം നമ്മൾ അത് ഡിഫൈൻ ചെയ്യും. ഡിഫൈൻ ചെയ്തതിന് ശേഷം നമ്മൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യും. അപ്പൊ ഈ രീതിയാണ് നമ്മൾ സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് 2, 4, 6, 8 അല്ലെ, റോസ്റ്റർ ഫോമിന് ഞാൻ സെറ്റ് എഴുതിയേക്കാം. സെറ്റ് 2, 4, 6, 8. ഈ റോസ്റ്റർ ഫോമിൽ എഴുതിയ സെറ്റിനെ സെറ്റ് ബിൽഡർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഈ റോസ്റ്റർ ഫോമിനെ സെറ്റ് ബിൽഡർ ഫോമിലോട്ട് എന്ത് ചെയ്യണം? കൺവേർട്ട് ചെയ്യണം. അപ്പൊ നോക്കി, ഇവിടെ 2, 4, 6, 8 പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദീസ് ആർ ദ ഫസ്റ്റ് 4 മൾട്ടിപ്പിൾസ് ഓഫ് 2. 2വിന്റെ ആദ്യത്തെ 4 മൾട്ടിപ്പിൾസ് അല്ലേ കിടക്കുന്നത്? 2, 4, 6, 8. അപ്പൊ അത് ഉറപ്പിക്കാൻ പറ്റി. അത് 2ന്റെ മൾട്ടിപ്പിൾസ് ആണ്. എത്ര വരെ ഉള്ളൂ? ആദ്യത്തെ 4 മൾട്ടിപ്പിൾസ് വരെ ഉള്ളൂ. അപ്പൊ അതിനെ നമ്മൾ എഴുതുന്നത് സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതാൻ ഞാൻ പറഞ്ഞു. ആദ്യം ഒരു ഓപ്പൺ ബ്രാക്കറ്റ് കൊടുക്കണം. ഈ ഓപ്പൺ ബ്രാക്കറ്റ് കൊടുക്കുന്നു. ഈ എലമെന്റിനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഒരു ജനറൽ സിംഗിൾ റെപ്രസെന്റേഷനിലോട്ട് കൊണ്ടുവരുന്ന ദാറ്റ് ഈസ് കോൾഡ് എക്സ്. അതിനുശേഷം കോളനെ വായിക്കുന്നത് സച്ച് ദാറ്റ്. അപ്പൊ എക്സ് സച്ച് ദാറ്റ്. ഇനി ഡിഫൈൻ ചെയ്യണം. ഈ എക്സ് പൊസസ് ചെയ്യുന്ന കോമൺ പ്രോപ്പർട്ടി എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. സോ ക്ലിയർലി ഇത് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2ന്റെ മൾട്ടിപ്പിൾ അല്ലേ? ദാറ്റ് മീൻസ് എക്സ് ഇസ് ഈക്വൽ ടു 2n. എക്സ് ഇസ് ഈക്വൽ ടു 2n. എക്സ് ഇസ് ഈക്വൽ ടു 2n എന്ന് പറഞ്ഞാൽ 2ന്റെ മൾട്ടിപ്പിൾ. ഇനി n എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്ട്രാ കൊണ്ടുവന്നതല്ലേ. അപ്പൊ ഇനി n എന്താണെന്ന് കാണിച്ചു കൊടുക്കണം. അപ്പൊ കോമ n ബിലോങ്സ് ടു n. n എന്ന് പറഞ്ഞാൽ ഒരു നാച്ചുറൽ നമ്പർ ആണ്. അപ്പൊ നാച്ചുറൽ നമ്പർ ആകുമ്പോഴല്ലേ ആദ്യത്തത്, രണ്ടാമത്തെ 3, 1, 2, 3, 4 മൾട്ടിപ്പിൾസ് പോകുന്നത്. പക്ഷെ ഇവിടെ ആദ്യത്തെ 4 മൾട്ടിപ്പിൾസ് അല്ലേ ഉള്ളൂ. അപ്പൊ അതും കൂടെ റെപ്രസെന്റ് ചെയ്യണം. അതിന്റെ ലിമിറ്റേഷൻ നമ്മൾ കാണിച്ചു കൊടുക്കുന്നു. കോമ n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. ആദ്യത്തെ 4 വരെയുള്ള n എടുക്കുന്നുള്ളൂ. എന്നിന്റെ വാല്യൂസ് 1ഉം 2ഉം 3ഉം 4ഉം എടുക്കുന്നുള്ളൂ. അതിനപ്പുറത്തോട്ട് നമ്മൾ കൊടുക്കുന്നില്ല. ദാറ്റ്സ് കോൾഡ് സെറ്റ് ബിൽഡർ ഫോം. ഇതിനെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് x is equal to 2n. n is a natural number. അത് n belongs to n, n less than or equal to 4. അപ്പോൾ ഇങ്ങനെയാണ് സെറ്റ് ബിൽഡർ എഴുതുന്നത്. സെറ്റ് ബിൽഡർ ഫോം ഒന്നുകൂടെ ഓർപ്പിക്കുന്നു. സെറ്റ് ബിൽഡർ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ എലമെന്റ്സിനെയും നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നതിന് പകരം അതിനെ എല്ലാം കൂടെ കോമൺ ആയിട്ട് വരുന്ന ഒരു ഒറ്റ സിംഗിൾ എലമെന്റിലോട്ട് കൺവേർട്ട് ചെയ്യുകയും ആ സിംഗിൾ എലമെന്റ് എന്താണെന്ന് വ്യക്തമായി എക്സ്പ്രസ് ചെയ്ത് കാണിക്കുകയും ചെയ്യും. ഇതിനെയാണ് നമ്മൾ സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. മറ്റൊരു ഉദാഹരണത്തിലോട്ട് പോവുകയാണെങ്കിൽ ഒരു ഓഡ് നാച്ചുറൽ നമ്പറിനെ എഴുതാൻ പറയുന്നു. ഓഡ് നാച്ചുറൽ നമ്പറിന്റെ സെറ്റിനെ എഴുതാൻ പറയുന്നു. അപ്പോൾ സെറ്റ് ഓഫ് ഓൾ ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് എഴുതാൻ പോവുകയാണ്.
അപ്പോൾ എനിക്ക് രണ്ട് രീതി എഴുതണം, റോസ്റ്റർ ഫോമിൽ എഴുതണം, സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതണം. അപ്പോൾ റോസ്റ്റർ ഫോമിൽ എഴുതുമ്പം സെറ്റ് ഓഫ് ഓൾ ഏതൊക്കെയാ സെറ്റ് ഏതൊക്കെ വരും, ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് 1, 3, 5, 7 എക്സെട്ര. അത് ഇൻഫിനിറ്റ് ആണ്, ഒരുപാടുണ്ട്, നമുക്കതെല്ലാം എഴുതാൻ പറ്റാത്ത നമ്മൾ എന്ത് ചെയ്താൽ മതി, എക്സെട്ര എന്നുള്ള സിമ്പിൾ ഇട്ടാൽ മതി, 3 ഡോട്ട് ഇടുന്നു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. ഇറ്റ്സ് എ റോസ്റ്റർ ഫോം. അപ്പോൾ ഇതിനെ സെറ്റ് ബിൽഡർ ഫോമിലോട്ടാക്കാൻ ഈ എലമെന്റിനെ എല്ലാം നമ്മൾ സിംഗിൾ റെപ്രസെന്റേഷൻ കൊണ്ടുവരണം. ആദ്യം നമ്മളൊരു ബ്രാക്കറ്റ് ഇടുന്നു, അതിനകത്ത് സിംഗിൾ റെപ്രസെന്റേഷൻ എന്ത് കൊടുക്കുന്നു, എക്സ് കൊടുക്കുന്നു, ദെൻ സച്ച് ദാറ്റ് കോളൻ കൊടുക്കുന്നു, എക്സ് സച്ച് ദാറ്റ്. ഇനി എക്സ് എന്താണ് ഡിഫൈൻ ചെയ്യണം, ഈ എഴുതിയിരിക്കുന്ന എക്സ് എന്താ, ഓഡ് നമ്പേഴ്സ്, സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഓഡ് നമ്പർ. ഇത്രയേ ഉള്ളൂ സംഭവം. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഓഡ് നമ്പർ. ഇങ്ങനെ പറയുമ്പോൾ അത് സെറ്റ് ബിൽഡർ ഫോമിലായി. ഓക്കെ ആണല്ലോ. മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ 2, 4, 8, 16, 32. 2, 4, 8, 16, 32. കാണുമ്പോൾ തന്നെ അറിയാം അത് റോസ്റ്റർ ഫോമിലുള്ള ഒരു സെറ്റാണ്. ഇതിനെ സെറ്റ് ബിൽഡർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യണം. കൺവേർട്ട് ഇറ്റ് ഇൻറ്റു സെറ്റ് ബിൽഡർ ഫോം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കോമൺ ആയിട്ടുള്ള പ്രോപ്പർട്ടി എന്താണ് നോക്കി, 2, 4, 8, 16, 32. എന്തായിരിക്കും കോമൺ പ്രോപ്പർട്ടി ഒന്ന് ആലോചിച്ച് നോക്കി. 2ന്റെ മൾട്ടിപ്പിൾസ് ആണ്, പക്ഷെ എല്ലാ മൾട്ടിപ്പിൾ വരുന്നില്ല, 6 ഒന്നും വരുന്നില്ല, 10 വരുന്നില്ല. എന്തായിരിക്കും പ്രോപ്പർട്ടി, എന്തായിരിക്കും, യെസ് വെരി ഗുഡ്, ദർ ദ പവേഴ്സ് ഓഫ് 2, വെരി ഗുഡ്. അപ്പോൾ ഇത് 2ന്റെ പവേഴ്സ് ആണ് അല്ലേ, വെൽ 2ന്റെ പവേഴ്സ് ആണ്. അപ്പോൾ ഈ 2ന്റെ പവേഴ്സ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ്. ഇത്ര എഴുതി. ഇനി എക്സ് എന്താണ്, എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പവേഴ്സ് ഓഫ് 2, എക്സ് ഈസ് ഈക്വൽ ടു 2 റേസ് ടു n. എക്സ് ഈസ് ഈക്വൽ ടു 2 റേസ് ടു n. അപ്പോൾ ഇവിടെ നമ്മൾ എക്സ്ട്രാ കൊണ്ടുവന്ന നേരാ n അല്ലേ. ഇനി n എന്താണെന്ന് കാണിച്ചു കൊടുത്താൽ പോലെ, where n is a natural number. n ഒരു നാച്ചുറൽ നമ്പർ ആണ്. എത്ര നാച്ചുറൽ നമ്പറേ വരുന്നുള്ളൂ, എത്ര പവേഴ്സേ വരുന്നുള്ളൂ, 2 raised to 1, 2 raised to 2, 2 raised to 3, 2 raised to 4, 2 raised to 5 അല്ലേ 32. അതിന് മുകളിലോട്ട് വരുന്നുണ്ടോ, ഇല്ല. അപ്പോൾ അവിടെ എഴുതേണ്ടത് where n is a natural number less than 6. 6-നേക്കാൾ ചെറിയ നാച്ചുറൽ നമ്പർ, അല്ലെങ്കിൽ അപ് ടു 5 എന്ന് എഴുതിയാലും മതി, 5 വരെയുള്ള നാച്ചുറൽ നമ്പർ. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്, നമുക്ക് ഏത് എങ്ങനെ വേണമെങ്കിലും അവിടെ എഴുതാം. ആ എക്സിനെ ജനറൽ ആയിട്ട് കോമൺ പ്രോപ്പർട്ടി വെച്ച് റെപ്രസെന്റ് ചെയ്യണമെന്ന് മാത്രം, കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അത് പലർക്കും പല രീതിയിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ നേരത്തെ എഴുതിയ പോലെ 2 raised to n എന്തെന്ന് എഴുതാം, n belongs to n എന്ന് എഴുതാം. n is a natural number എന്ന് പറയുന്നതിന് പകരം n belongs to n എന്ന് എഴുതി n എവിടെ വരെ കാണിച്ചു കൊടുക്കാം, n less than or equal to 5 എന്ന് കാണിക്കാം, 5 വരെ ഉള്ളത്. അപ്പോൾ ഇങ്ങനെ പല രീതിയിലും എഴുതാം. അപ്പോൾ ഇതാണ് സെറ്റ് ബിൽഡർ ഫോം. അടുത്തതായി സെറ്റ് ബിൽഡർ ഫോമിൽ ഞാനൊരു എക്സാമ്പിൾ തരുന്നു, അതിനെ റോസ്റ്റർ ഫോമിലോട്ട് മാറ്റണം. അപ്പോൾ സെറ്റ് ബിൽഡർ ഫോമിൽ തരുന്നു, റോസ്റ്റർ ഫോമിലോട്ട് മാറ്റണം. ചോദ്യം ഇതാണ്, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ദ ഫാക്ടർ ഓഫ് 20. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ ഫാക്ടർ ഓഫ് 20. 20ന്റെ ഫാക്ടേഴ്സ് ആയിട്ട് വരുന്ന ഒരു എലമെന്റ് ആണ് എക്സ്. അങ്ങനെയാണെങ്കിൽ അതിനെ റോസ്റ്റർ ഫോമിൽ എഴുതണം. റോസ്റ്റർ ഫോം എന്ന് നമുക്കറിയാം, എല്ലാ എലമെന്റ്സും ഉൾപ്പെടുത്തണം, ഒരു കോമ കൊണ്ട് അതിനെ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ചെയ്യണം. ഓപ്പണും ക്ലോസ്ഡും തുടക്കം കൊടുക്കുകയും എന്ത് ചെയ്യണം, ബ്രേസസ് കൊടുക്കുകയും വേണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എക്സ് എന്ന് പറയുന്നത് 20യുടെ ഫാക്ടേഴ്സ് എന്നല്ലേ പറഞ്ഞേക്കുന്നത്. ഓൾസോ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഓഫ് 20? ഒന്ന് ആലോചിച്ച് നോക്കിയേ, 20ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, ഒന്ന് പറയാൻ പറ്റുമോ നോക്കിയേ. 20ന്റെ ഫാക്ടേഴ്സ്, യെസ് വെരി ഗുഡ്, 1, 20, 2, 10, 4, 5, വെരി ഗുഡ്. അപ്പം ഈ 20ക്ക് 6 ഫാക്ടേഴ്സ് ഉണ്ട്. ഏതൊക്കെയാ ഉള്ളത്, 1 ഉണ്ട്, 2 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്, 10 ഉണ്ട്, 20 ഉണ്ട്. അപ്പോൾ ഇത്രയും ഫാക്ടേഴ്സ് ഉണ്ടല്ലോ. ഈ ഫാക്ടേഴ്സിനെ എല്ലാം നമ്മൾ കോമാസ് കൊണ്ട് സെപ്പറേറ്റ് ചെയ്യുന്നു. 1, 2, 4, 5, 10, 20. റോസ്റ്റർ ഫോം. ഇത്രയേ ഉള്ളൂ റോസ്റ്റർ ഫോം എഴുതുന്ന കേസ്. അപ്പം സെറ്റ് ബിൽഡർ ഫോം തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് റോസ്റ്റർ ഫോം എഴുതുന്നതെന്നും റോസ്റ്റർ ഫോമിൽ നിന്നും തിരിച്ച് സെറ്റ് ബിൽഡർ ഫോം എഴുതുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു. എന്താണ് സെറ്റ്? സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് അല്ലേ. എപ്പോഴാണ് വെൽ ഡിഫൈൻഡ് ആകുന്നതെന്ന് മനസ്സിലാക്കി, എപ്പോഴാണ് ആകാത്തതെന്ന് മനസ്സിലാക്കി, ഒരു സെറ്റിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം എന്ന് മനസ്സിലാക്കി, സെറ്റിനകത്തുള്ള എലമെന്റ്സിന്റെ കാര്യം എങ്ങനെ അതിനെ ഡിനോട്ട് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കി, അതുപോലെ സെറ്റിനെ 2 രീതിയിൽ നമ്മൾ എഴുതുന്നതും മനസ്സിലാക്കി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. അപ്പോൾ ഫൈനലായിട്ട് നമ്മൾ പറഞ്ഞത് റോസ്റ്റർ ഫോമും ടാബുലാർ ഫോമും നന്നായിട്ട് മനസ്സിലാക്കുക. ഷുവർ ആയിട്ടും നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ ഈ സെക്ഷനിൽ നിന്ന് ഉണ്ടായിരിക്കും.
സെറ്റ് ബിൽഡർ ഫോമിനെ ടാബുലാർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ടാബുലാർ ഫോമിനെ സെറ്റ് ബിൽഡർ ഫോമിലോട്ടോ കൺവേർട്ട് ചെയ്യാൻ ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങൾ ഒന്നുകൂടെ നോക്കി മനസ്സിലാക്കുക, റിപ്പീറ്റ് അടിച്ച് കാണുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക, നിങ്ങളുടെ കമൻസ് അറിയിക്കുക, റെസ്പോൺസ് അറിയിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി.